ഇന്നത്തെ വീഡിയോയിൽ പാലക്കാട് ബിരിയാണിയുടെ നെയ്ച്ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ കിട്ടുന്ന കായ്ച്ചാറിന്റെ റെസിപ്പിയാണ്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/4 ടീസ്പൂൺ വീതം കടുകും ഉലുവയും പെരിഞ്ചീരകവും ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റണം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. 4 പച്ചമുളക് ഇടണം. അതൊന്ന് വഴറ്റി പച്ചമണം മാറുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കണം. അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കണം. നന്നായിട്ട് പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇതൊന്ന് തിളച്ചു വരുമ്പം ആദ്യം കായും ഉരുളക്കിഴങ്ങും കൂടെ കട്ട് ചെയ്ത് ചേർക്കണം. അതൊന്ന് വേകാനായിട്ട് വെച്ചിട്ട് വഴുതനങ്ങയും മുരിങ്ങയ്ക്കയും കുമ്പളങ്ങയും കൂടെ ചേർക്കണം. 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെച്ച് വേവിക്കണം. വെന്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/4 കപ്പ് തുവരപ്പരിപ്പും 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ വേവിച്ച് വെച്ചത് ചേർക്കണം. ഇതിലേക്ക് ബീഫോ മട്ടനോ എന്തെങ്കിലും എല്ല് വേവിച്ച വെള്ളവും കൂടെ ആയിട്ട് ചേർക്കണം. 1/2 കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചത് ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് 1/4 കപ്പ് വെള്ളത്തിൽ അത് പിഴിഞ്ഞ് എടുത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കണം. കുറച്ച് കറിവേപ്പില ചേർക്കണം. എന്നിട്ട് നല്ലതായിട്ട് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് കറി റെഡിയാവും. ഓഫ് ചെയ്യണം. പിന്നെ ബിരിയാണിയോടെ കഴിക്കണം. അത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.